കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ തയ്യാറാക്കണമെന്ന് യോഗം വിലയിരുത്തി. പ്രധാന മാർക്കറ്റുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നീ പൊതുയിടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം, ORS, സൂര്യാഘാത പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാൻ തീരുമാനമായി. മാർക്കറ്റുകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ താൽക്കാലിക തണൽപന്തലുകൾ സ്ഥാപിക്കണം. ട്രാഫിക് സിഗ്നലുകളിൽ സമയം കുറയ്ക്കുന്നത് പരിശോധിക്കണം. ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ള ഘട്ടങ്ങളിൽ പൊതുപരിപാടികൾ, സെലക്ഷൻ ട്രയലുകൾ, പകൽപൂരങ്ങൾ, കലാകായിക പരിപാടികൾ തുടങ്ങിയവ കർശനമായി നിയന്ത്രിക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കണം. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക അനുവദിക്കണം. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള അടിയന്തര നടപടികൾ വാട്ടർ അതോറിറ്റിയും ജലസേചന വകുപ്പും നടപ്പിലാക്കണം. വൈദ്യുതി തടസ്സങ്ങളില്ലാതെ ലഭ്യമാക്കാൻ KSEB പരമാവധി ശ്രമിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ആരോഗ്യ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഹീറ്റ് റെസിലിയന്റ് ആക്കും. ഇഴജന്തുക്കൾക്കെതിരെ ജാഗ്രത പാലിക്കണം. മതിയായ ആന്റിവെനം ആശുപത്രികൾ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് 11 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേർന്നത്. മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വിവിധ ജില്ലകളിലെ ഉഷ്ണതരംഗ സാഹചര്യവും ആവശ്യമായ നടപടികളും യോഗം ചർച്ച ചെയ്തു. അത്യാവശ്യ ഘട്ടങ്ങളിൽ തീരുമാനങ്ങളെടുത്ത് നടപടി സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.